അപ്പൊ ഇന്ന് നമ്മൾ വേറെ ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മുടെ കൂടെ നമ്മളെല്ലാവരും കാണാൻ കാതോർത്തിരുന്നതും കണ്ണുകളിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്ന ഒരു പ്രത്യേകതരം അതിഥി നമ്മളോടൊപ്പം ഉണ്ട്. വേറെ ആരുമല്ല, ഡോക്ടർ അഖില. വീണ്ടും നിങ്ങളോ? വ്ളോഗ്. അതെ, നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നേ? നമ്മളിന്ന് ഞാൻ ഓരോ ലോകത്ത് ചുറ്റിട്ടൊക്കെ വന്നപ്പോ പൊന്നിനു മേടിച്ചത് ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവാണ്. സോ വിൽ സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. ഞാൻ ഓരോന്ന് തിങ്സ് എടുക്കുമ്പോ അത് എവിടെ നിന്ന് എന്തോന്നുള്ളതിന്റെ ബാക്ക് സ്റ്റോറി തന്നേക്കാം. ഫസ്റ്റ് ഇതാണ്. ഫസ്റ്റ് ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് നൈക്കയില് 1000 rupees ഗിഫ്റ്റ് വെച്ച് തന്നു. അപ്പൊ അതിനകത്ത് ഞാൻ മേടിച്ച കുറച്ച് തിങ്സിൽ ഒന്നായി pH ചേഞ്ചിങ് ലിപ്പ്. നൈക്കയുടെ നല്ല സെറ്റപ്പ് അല്ലേ, കാണാൻ നല്ല രസം. ഇങ്ങനെ മറ്റേ റെനയുടെ പോലത്തെ അല്ലേ, ഇത് കാണാൻ ഇച്ചിരി രസം. സെറ്റാ. അതടുത്തത് നെക്സ്റ്റ് ഞങ്ങൾക്കൊരു പാത്രം നിറച്ചുണ്ട് അല്ലെ, നിറച്ച്. ഫസ്റ്റ് ഒരു കമ്മൽ. ഇത് ഞാന് പൂനെന്ന് ബാംഗ്ലൂര് പോകുമ്പോ ട്രെയിനിൽ വെച്ച് മേടിച്ചതാണ്. ഇത് അടുത്ത യൂട്യൂബ് കോണ്ടന്റ്സിനുള്ള തിങ്സ് ആണ്. റോ മെറ്റീരിയൽസ്. പിന്നെ നമുക്ക് സ്പഞ്ച്. ഇത് എന്തിനുള്ളതാന്ന് അടുത്ത തിങ്സ് കാണുമ്പോൾ മനസ്സിലാവും എന്തിനായി സ്പഞ്ച് എന്താ. അടുത്തത് വെറൈറ്റി. ഇത് പൊന്നു ഞാൻ വീഡിയോ കോളിൽ കാണിച്ച് സെലക്ട് ചെയ്ത കമ്മൽ. തടിയുടെ കമ്മൽ. കാണു ഗൈസ്. പുറകിൽ അമ്മ. അത് കുഴപ്പമില്ല. പിന്നെ ഇത് ലിപ്സ്റ്റിക്. രണ്ടെണ്ണമുണ്ട്. ഇതിന്റെ മൈഗ്ലാമിന്റെ. ഇതൊന്നും ബ്ലഷ് ആയിട്ട് യൂസ് ചെയ്യരുത് ഗൈസ്. അതെ, പോത്തില്ല. അവിടെ ഇരിക്കും. നിങ്ങൾ പിന്നെ പാത്രം കഴിക്കുന്ന സ്ക്രബ്ബറില്ലേ, അത് വെച്ച് ഒരച്ച് കഴിക്കേണ്ടി വരും ഗൈസ്. പിന്നെ നമുക്ക് കയ്യിൽ കെട്ടാൻ ഇത് ഒരു 2-3 കാണുമല്ലോ. ഇതെല്ലാം പൂനെന്ന് മിസ്റ്റർ DIY എന്നും പറഞ്ഞൊരു ബ്രാൻഡ് ഉണ്ട്, അതിന്റെയാണ് ഇതെല്ലാം. ഇതെന്ന് വെച്ചാൽ കയ്യിൽ ഇങ്ങനെ ചുമ്മാ കെട്ടി ഫാഷൻ. നെക്സ്റ്റ് ഭയങ്കര വെറൈറ്റി കമ്മൽ. അത് ബാംഗ്ലൂരിലെ സെൻട്രൽ മോളിൽ നിന്ന് മേടിച്ചതാണ്. ബട്ടർഫ്ലൈ. സോ മെനി ബട്ടർഫ്ലൈസ്. പിന്നെ നിങ്ങൾ എന്താ വീഡിയോയിലൊക്കെ കാണും, പക്ഷെ ഇത് ഇച്ചിരി ബെറ്റർ. വീണ്ടും നിങ്ങളോ? ഇത് നിങ്ങൾ സ്ഥിരം എന്റെ നെറ്റിയിൽ കാണുന്ന സോ മെനി പൊട്ട്. ഇതിന് മറാഠിയിൽ ചന്ദ്രക്കൂർ എന്നാ പറയുന്നത്. ചന്ദ്രന്റെ പൊട്ടെന്ന് പറയും. ചന്ദ്രന്റെ അല്ല, ചാന്ത് പൊട്ടല്ലേ. മുകളിലേക്ക് കുത്തിട്ട് താഴേക്ക് മറിക്കാൻ എന്താ പ്രയാസം? അത് ദിലീപ്. സോറി, ചാന്ത് പൊട്ട് ദിലീപ് കേട്ടോ. ആ സിനിമ. ശരിയാ, സിനിമ. അവനും ചാന്ത് പൊട്ട് തന്നെ. താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. ഷീറ്റസിന്റെ ഇത് ആന്റി ടാനിഷ് സിൽവറിന്റെ കയ്യിലും കെട്ടാം കാലിലും കെട്ടാം. മോസ്റ്റ്ലി ഇത് കാലില് ആങ്കിലെറ്റ് ആയിട്ടിടും. നെക്സ്റ്റ് വീണ്ടും ഇതെന്തുവാ? ഇത് പാദസരം. ഇത് പാദസരം. ഗോൾഡ് ഒന്നുമില്ല ഗൈസ്, നോട്ട് ഗോൾഡ് ഗൈസ്. വെറൈറ്റി. ഓക്കെ, അതായിരുന്നു വെറൈറ്റി തുമ്മൽ ഗൈസ്. ഇത് എസ്തെറ്റിക് ആയിട്ട് എസ്തെറ്റിക് കമ്മൽ. ഇതെന്ന് വെച്ചാൽ നമ്മള് 1 piece ഒക്കെ ഇടുമ്പോ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. എസ്തെറ്റിക് കമ്മൽ. നെക്സ്റ്റ് ഇത് ഞാൻ കേരളത്തിൽ നിന്ന് വാങ്ങിയതാ. എസ്തെറ്റിക് തുമ്മൽ ഗൈസ്. ഇതെന്ന് വെച്ചാല് പ്രൈസ് ടാഗ് നോക്കല്ലേ. വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് നോക്കില്ല. പാലയ്ക്ക അണ്ടാ, സൂപ്പർ. ഓക്കെ, സോ ഇത് ചുമ്മാ പൊന്നു നല്ലപോലെ ഡ്രസ്സൊക്കെ ഇടും, അപ്പൊ അതിന് മാച്ച് ആവും. ഏതെങ്കിലും ഒരു വീഡിയോക്ക് എത്തും നമുക്ക് അടുത്ത ഇതൊക്കെ കാണാം ഗൈസ്. നെക്സ്റ്റ് ട്വിൻസ് ആണ്. ബ്ലാക്കും കളർഫുള്ളും. ബ്ലാക്ക് ആകുമ്പോ പിന്നെ കളർഫുൾ ആകുമ്പോ എന്ത് ഡ്രസ്സിന്റെ കൂടെ ഇടാം. ബ്ലാക്ക് ആകുമ്പോ അതിന് ചേരുന്ന ഡ്രസ്സിന്റെ കൂടെ നമുക്ക് ഇടാം. സെറ്റാ, വെരി യൂസ്ഫുൾ ഗൈസ്. ഷുഗർ പോപ്പിന്റെ ഇത്
സ്പാർക്കിൾ മറ്റേ നെയിൽ പോളിഷ്. ഇത് സത്യത്തിൽ നെയിൽ പോളിഷ് അല്ല, നെയിൽ നമ്മൾ പോളിഷ് തേക്കുമ്പോ അതിന് ടോപ്പിംഗ് ആയിട്ട് തേക്കാം, എന്നുവെച്ചാൽ അത് ഗ്ലിറ്റർ ആയിട്ട് തോന്നും. നെക്സ്റ്റ് ഇത് ഹെയർ സിറം സാമ്പിൾ പ്രൊഡക്റ്റ്, സിമ്പിൾ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇനി അടുത്ത പൊല്ല് പൊട്ടി കൊടുക്കാമല്ലോ. ആദ്യം അത് യൂസ് ചെയ്ത് നോക്കണം. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് സെറ്റ്. അടുത്തത് ഇത് നമ്മള് അതേ വലിയ മറ്റേ സിൽവർ കമ്മല് കണ്ടില്ലായിരുന്നോ, അതേ കടക്കാരന്റെ ട്രെയിനിൽ നിന്ന് അങ്ങനെ എടുക്കുന്ന ഇതും ഇപ്പൊ എന്ന് വെച്ചാൽ ഇങ്ങനെ ട്രെയിനിൽ സെറ്റ് ആയിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഓരോ സമയത്ത് ഓരോന്ന് ട്രെൻഡായിട്ട് ഇങ്ങനെ ട്രെയിൻകാരൊക്കെ ഭയങ്കര ട്രെൻഡായിട്ടാ തിങ്സ് വാങ്ങുന്നത് കേട്ടോ. ഒരു ഈ പെട്ടിക്കകത്ത് ക്യൂട്ടായിട്ടുണ്ട്, എസ്തെറ്റിക് പെട്ടി, അതിനകത്തൊക്കെ ഇട്ട് തരും. ഇത് മറ്റേ ഇങ്ങനെ ഇടുന്നത് വൺ പീസിന്റെ കൂടെ, അല്ലെങ്കിൽ ഇതൊരു സിൽവറോ ഇത് കളർഫുൾ. എല്ലാത്തിന്റെ രണ്ട് ഇതാ വേർഷൻ, ഒരു കളറുള്ള ഒരെണ്ണം ഇല്ലാതെ. ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനനുസരിച്ച് ഇട്ടോളാം. ഇതെന്ന് വെച്ചാൽ ഭയങ്കര ഓവർ സൈസ് വളരി. എനിക്ക് ഇതിന്റെ സൈസ് അറിയത്തില്ലായിരുന്നു ഗൈസ്. അപ്പൊ ഞാൻ 2x12 അങ്ങനെ അതുകൊണ്ട് വലിയ സൈസ് അങ്ങ് മേടിച്ചു. വേണം കാലേ കിട്ടുമല്ലോ പൊന്നെ. ഇത് വേണമെങ്കിൽ ഹെയർ ബാൻഡ് ആയിട്ട് യൂസ് ചെയ്യും, എന്ന് വെച്ചാൽ ഇങ്ങനെ വെച്ചിട്ട് മുടിയൊക്കെ കിട്ടും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഷീ ഹാസ് എ ലോട്ട് ഓഫ് ബ്രെയിൻ. ഇത് മറ്റേ പഞ്ചാബിൽ ഇടുന്ന, സത്യത്തിൽ പഞ്ചാബിലെ ഗേൾസ് ഇത്രയൊക്കെ ഇടുന്നത്, ബോയ്സ് ആ മറ്റേ പ്ലെയിൻ ആയിട്ടുള്ള ഇടുന്നത്. കണ്ടോ, ഒബ്വിയസ്ലി ഇറ്റ്സ് യോഴ്സ്. ഇത് മറ്റേ പഞ്ചധാതുവിന്റെ റിങ്ങാ, എന്തെങ്കിലും കാണുന്നില്ല. അതെ, ഇത് ഒരെണ്ണം അമ്മൂമ്മ എടുത്തു. എടുത്തല്ല, നമ്മള് ഗിഫ്റ്റ് കൊടുക്കും. നമ്മള് പാപ്പിക്കായനും അപ്പനില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഒരു പള്ളിക്കൂടം ഉണ്ടാകുമായിരുന്നു, ഒരു ആശുപത്രി ഉണ്ടാകുമായിരുന്നു. പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കായൻ. കൊടുത്തു. വി ആർ ജനറസ്. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. ദിസ് ഈസ് ചെറിയതല്ല, അല്ല അവരുടെ വീട്ടിലൊരു ഡോഗ് ഉണ്ട്. അതൊക്കെ ചത്തുപോയി. നല്ലൊരു പട്ടിയായിരുന്നു. ദൈവത്തിന് സ്വതന്ത്രം. മേ ഹിസ് സോൾ റെസ്റ്റ് ഇൻ പീസ്. എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതെന്ന് വെച്ചാ ചെറിയ ബെൽറ്റാ. ഇത് വൺ പീസ് ഒക്കെ ഇടുമ്പോ ഈ നമ്മുടെ ഈ റീജിയനിലായിട്ട് തൊറാക്ടിക് റീജിയനിൽ കെട്ടാൻ നല്ല എസ്തെറ്റിക് ആയിട്ട് ലുക്ക്. പാവങ്ങളെയും നിങ്ങളൊക്കെ അത് ചാറ്റ് ജിപിടിയുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം ഗൈസ്. നിങ്ങൾ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് നമ്മുടെ വട്ടപ്പൊട്ട്. വെരി വെരി ബേസിക്. പക്ഷെ ബാംഗ്ലൂരിൽ നിന്ന് എന്തെങ്കിലും മേടിക്കണമല്ലോ അതർ ദാൻ കമ്മൽ എന്ന് ആലോചിച്ചപ്പോ ഇങ്ങനെ മേടിച്ച് ഇതിനെ ഡിസൈൻ ആയിട്ട് പോലും തൊടും. അതാണ് രസം. നമുക്ക് അടുത്ത ഏതെങ്കിലും വീഡിയോസിൽ കാണാം. ഇത് അയ്യോ, ഇതിന് നല്ല പാക്കറ്റ് ഇല്ല, പക്ഷെ ഇത് ആക്ച്വൽ പേൾസ് ആണ്. ഇതും ആക്ച്വൽ പേൾസ് ആണ്. ഇതിന്റെ കട ഷോപ്പ് കാണിച്ചാരെ. ഇവിടെ നിങ്ങൾക്ക് പോണെങ്കിൽ പോവാം. കുറച്ച് ബാർഗൈൻ ചെയ്താൽ അവർ പേൾസും വിലക്കുറവിൽ തരും. ഇത് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് അവർ തന്ന, ഫ്രീ ആയിട്ട് തന്ന, ഏതാണ്ട് മേടിച്ചപ്പോ ഫ്രീ ആയിട്ട് തന്നു. സോ ഇതെന്ന് വെച്ചാൽ ആക്ച്വൽ പേൾസിനും ഇതിനും വ്യത്യാസം എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് പേളാണ് ചുരണ്ടി കഴിഞ്ഞാൽ നൂലായിട്ട് വരും. ഇത് ചുരണ്ടി അങ്ങനെയൊന്നും വരത്തില്ല. കാരണം ഇതിന്റെ 1 ഗ്രാം ഒരു 100-110 രൂപയൊക്കെയാ. എന്ന് വെച്ചാൽ ഒരു മാല മേടിക്കുമ്പോ 40,000 രൂപയൊക്കെയാ. 40,000, നോട്ട് ലെസ് ദാൻ 2,000 ഫോർ ഷുവർ. ഹൈദരാബാദ് നിന്ന് മേടിച്ച ഗൈസ്. ഇത് സ്നാക്സ്. സോ ഇത് ബാംഗ്ലൂരിൽ നിന്ന് മേടിച്ചാണ്. ഇത് നിങ്ങൾ കാണാത്ത ചോക്ലേറ്റ് ഒന്നും അല്ല, എന്നാല് അയ്യോ ബോർബൺ ബോർബൺ ഫാബ്. പിന്നെ ഇത് ഡെയിലി ചായയുടെ കൂടെ നോക്കി തിന്നും. പിന്നെ വലിയ ഡാർക്ക് ഫാന്റസി ചോക്കോഫിൽസ്, വെരി നൈസ്. കണ്ടോ, എനിക്ക് കൊച്ചിന് ആരെങ്കിലുമൊക്കെ മേടിച്ചു തന്നായിരുന്നു. ഞാൻ സന്തോഷം കൊണ്ട് കാര്യമാണ്. ഇതും പൊന്നുവിന്റെ അച്ഛൻ മേടിച്ച ഹണി ചോക്ലേറ്റ്, തേൻമിഠായി, ഹണി സ്വീറ്റ്സ്. നെക്സ്റ്റ് നമ്മളെ പഫ് കണ്ടില്ലായിരുന്നു, ദീസ് പഫ്സ്. അത് യൂസ് ചെയ്യാനാണ് ലാക്മേയുടെ പിങ്ക് റോസ് പൗഡർ. എന്നുവെച്ചാൽ സ്കിൻ ഇച്ചിരി ഗ്ലോയിങ് ആയിട്ട് തോന്നുമല്ലോ, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ അത് ചെയ്യും. അടുത്ത ഗൈസ് നെക്സ്റ്റ്. ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇതിന്റെ വെയിറ്റ് ഇങ്ങനെ തൂക്കി കാണിക്കാനേ പറ്റത്തുള്ളൂ. വളരെ ഇത് സ്റ്റെയിൻലെസ് സ്റ്റീല്. ഇത് നിങ്ങൾക്ക് വേണം ഇതിന്റെ ചാംസ് ഒക്കെ വേണം തൂക്കിയിട്ട്. ഈ മെയിൻ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ പ്ലാസ്റ്റിക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് എ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് യു ക്യാൻ ക്യാരി ഇറ്റ്. ഇറ്റ് ഇസ് ഓൺലി 700 ml വാട്ടർ. സിമ്പിൾ. തിളക്കമൊക്കെ ഉണ്ട്. അതെ, ഹൈദരാബാദിൽ നിന്ന് മേടിച്ചത്. നെക്സ്റ്റ്
ഫസ്റ്റ് നല്ലൊരു ഷർട്ടാണ് ഗൈസ്, ഐ മീൻ ഒരു ടീഷർട്ടാണ്. നൈറ്റ് ഡ്രസ് പോലൊക്കെ, നോട്ട് വെരി ഫാൻസി. നെക്സ്റ്റ് ഇത് ഗുരുഗ്രാമിൽ നിന്ന് മേടിച്ചത്. ഇത് നല്ല എസ്തറ്റിക് തുണി കണ്ട, നല്ല രസമുണ്ട് ഇത്. ഇതിന്റെ ഈ ഡിസൈൻ ആണ് ഇതിന്റെ ഹൈലൈറ്റ് മെയിൻ ആയിട്ട്. അതും പറഞ്ഞാൽ കടക്കാൻ എനിക്ക് വിറ്റത്. നിങ്ങൾ നല്ല കമന്റ് അടിച്ചേക്കണം. ഇറ്റ്സ് ഓക്കെ. നെക്സ്റ്റ് ഒരു കുർത്തി. ഇതെന്ന് വെച്ചാൽ തുറക്കാൻ ഇച്ചിരി പാടാ, പക്ഷെ പൊന്നു തുറന്നു കാണിക്കും. കണ്ടോ, ഇത് അമ്മ സെലക്ട് ചെയ്ത ഒരു കുർത്തിയാ. തോളൽ കൈയിടുന്നു. ഇത് ബാംഗ്ലൂരിന്ന് മേടിച്ച, പക്ഷെ രാജസ്ഥാനി ഡിസൈൻ ഉണ്ട്. ഇത് ഡൽഹിയിൽ നിന്ന്, ഇത് പൂനെ. അങ്ങനെ ഒരു അത് എത്ര ഉള്ളല്ലോ. ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു നിങ്ങൾ പറയാ. അടുത്ത് ഞാൻ എന്താ അയച്ചു കൊടുക്കണോന്ന് എനിക്ക് പറഞ്ഞു തരണം. കമന്റ് ഇടൂ, നിങ്ങൾ എന്ത് പറഞ്ഞാലും അയച്ചു. ഓഫ്കോഴ്സ് ഏത് സ്റ്റേറ്റിലാണോ ഞാൻ പോകുന്നത് അവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഞാൻ അയച്ചു കൊടുക്കണമെങ്കിൽ അതുപോലെ നിങ്ങൾ കമന്റ് ചെയ്യാം. അടുത്ത് ഞാൻ ഉടനെ ഹൈദരാബാദാണ് പോകുന്നത്, അവിടുത്തെ വേണം നോക്കി പറഞ്ഞോളൂ. ഓക്കെ, ബാക്ക് ടു ദ ആങ്കർ. അതെ, അപ്പൊ ഇന്ന് അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ബൈ.